ഹലോ, ഇന്നൊരു അവധി ദിവസമായിട്ട് ഞാൻ ഒന്ന് ഡെക്കാത്തളൻ വരെ പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എവൻ അപ്പോഴും അവിടെ തന്നെ ആണല്ലോ എന്ന്. അങ്ങനെയല്ല, കഴിഞ്ഞ ആഴ്ച കുറച്ച് സാധനങ്ങൾ മേടിച്ചു, അത് കുറച്ച് അൺഫിറ്റാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വാങ്ങിക്കാനായിട്ട് പോകുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ലണ്ടനിലെ ഹോൺസ്ലേയിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടൊന്ന് പോകും. അതൊരു സർപ്രൈസ് വിസിറ്റാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബസ്സിൽ പോകണോ നടന്നു പോകണോ എന്നിങ്ങനൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. കുറച്ച് ദൂരം ഉണ്ട്, നടക്കാനാണെങ്കിൽ അരമണിക്കൂറോളം നടക്കാനുണ്ട്. ഇപ്പം തന്നെ മണി 1:45 2 മണി ആവാറായി. അപ്പം ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ പോയി നോക്കാം. ബസ് എങ്ങനെ വരുവാണെങ്കിൽ ബസ് കയറി പോകാൻ. ദേ, ഇതാണ് ഞാനിവിടെ താമസിക്കുന്ന വീട്. ഇത് മേലോട്ടൊരു ബസ് സ്റ്റോപ്പുണ്ട്. അപ്പം ആ ബസ് സ്റ്റോപ്പിൽ പോയി നോക്കാം. ബസ് എങ്ങനെ വരുവാണെങ്കിൽ ബസ്സിൽ പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം. ഞാൻ നടന്നു പോകുന്നു വിചാരിച്ചേ. അപ്പം നടന്നു പോകുന്ന വഴിക്ക് ഇപ്പം നമ്മുടെ ശ്രീകൃഷ്ണ വടാപ്പാവ് ഉണ്ട്. ഞാൻ വിചാരിച്ചൊരു വടാപ്പാവ് കഴിച്ചുകൊണ്ട് പോവാം. മഴ ഞാൻ ഡെക്കാത്തളനിൽ പോയി. ഞാൻ അവിടെ നിന്ന് യോഗ മാറ്റ് മേടിച്ചായിരുന്നു. അപ്പോൾ യോഗ മാറ്റിൻ്റെ ആവശ്യം എനിക്കില്ല. അവിടെ ഞാനത് റിട്ടേൺ ചെയ്ത്. പിന്നെ ഞാൻ 2 ടീഷർട്ടൊക്കെ മേടിച്ചത് എനിക്ക് സൈസല്ല. അപ്പോൾ ഞാനത് മാറ്റി കറക്റ്റ് സൈസിനുള്ളത് എടുത്തിട്ട് ഇറങ്ങി. ഇനി ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടന്നാൽ സ്റ്റേഷനിൽ പോവാം. സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിച്ച് ഹോൺസ്ലോയിൽ പോകണം. അപ്പോൾ ഹോൺസ്ലോയിൽ പോകാനായിട്ട് ഇവിടുന്ന് എലിസബത്ത് ലൈനുണ്ട്. അതിൽ കയറി ഹെയ്സ് ആൻഡ് ഹാരിങ്ടൺ എന്നുള്ള സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേണം പോകാനായിട്ട്. അങ്ങനെ ഞാൻ നടന്ന് സ്റ്റേഷനടുത്തെത്തി. ഈ കിടക്കുന്ന ബസ് ഉണ്ടോ, 6A1 എന്ന് പറഞ്ഞ് കിടക്കുന്ന റെയിൽ എയറിൻ്റെ ബസ്. ഇവിടെ നിന്ന് എയർപോർട്ടിലൊക്കെ പോകുന്നത് ഇതിലാണ് പോകുന്നത്. ഇത് ഹീത്രോ ടെർമിനൽ 5 പോകുന്ന ബസ്സാണിത്. നമുക്ക് സ്റ്റേഷനിലോട്ട് ടിക്കറ്റ് ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. ട്രെയിൻ ലൈൻ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം ഇനി പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചാൽ 2:59 ട്രെയിൻ ഇവിടെ നിന്ന്. സ്റ്റേഷൻ കാണിച്ചരാവേ. ടിക്കറ്റ് അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 14 എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ചാടിത്തിരിഞ്ഞ് അപ്പുറത്ത് പോകണം. ഇത് സ്റ്റേഷൻ്റെ ഉൾവശമാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം പറയുന്നത് വന്ന് നമുക്കുള്ള ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 14. ഇത് കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് ട്രെയിനാണെന്ന് ചോദിച്ചാൽ ഒരു കംപ്ലീറ്റ് അണ്ടർഗ്രൗണ്ട് ട്രെയിനല്ല.
ഇപ്പം ഒരു 3 മിനിറ്റിൽ ട്രെയിൻ എടുക്കും. അപ്പം ഇനി ഹെയ്സ് ആൻഡ് ഹാരിങ്ടണിൽ ചെന്നിറങ്ങണം. അവിടെ നിന്ന് ബസ് പിടിച്ചു പോകണം. ഓക്കെ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ജാനിക്കുട്ടി നമ്മൾ ഹെയ്സ് ആൻഡ് ഹാരിങ്ടണിൻ്റെ പണ്ട് എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങ് ഈസ്റ്റ് ലണ്ടൻ ഭാഗത്താണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള എയർപോർട്ടിൽ നിന്ന് ഈ ട്രെയിനിൽ പോകാൻ പറ്റും. സമയത്ത് ഈ സ്റ്റോപ്പിൽ വന്നിട്ട് അങ്ങോട്ട് രാത്രി 11 മണിക്കുള്ള ലാസ്റ്റ് ട്രെയിനിൽ കയറി പോയിട്ടുണ്ട്. ഡെപ്പോ പതിയെ നടന്ന് പുറത്ത് പോയി നടന്ന് ഒരു ബസ് പിടിച്ചു പോകും. ഈ ബസ്സിലാണ് ഹെയ്സ് ആൻഡ് ഹാരിങ്ടണിൽ നിന്ന് ഇവിടെ ഹോസ്റ്റലേക്ക് അടുത്തുള്ള ക്രാൻഫോർഡ് എന്ന സ്ഥലത്ത് പോകുന്നത്. ഇത് ഈ ലണ്ടനിൽ കാണുന്ന ഡബിൾ ഡെക്കർ ബസ്, റെഡ് കളർ. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു വന്നത്. ഈ സ്ഥലം എയർപോർട്ടിന് വളരെ അടുത്താണ്. ഈ സ്ഥലം എയർപോർട്ടിന് വളരെ അടുത്താണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റൊക്കെ വളരെ താഴ്ന്നു പോകുന്നതാണ്. കാണിച്ചത് ഞാൻ കാണാൻ വന്ന ആളിവിടെ ഇല്ല, ഷോപ്പിങ്ങിന് പോയിക്കുകയാണ്. ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ കയറ്റും. കുറച്ച് അങ്ങോട്ടേക്ക് പിടിക്കാം വെച്ചിട്ട് ഇപ്പം എത്തുമെന്ന് ചോദിക്കും. ശരി, അപ്പോൾ 5 മിനിറ്റ് എത്തുമല്ലോ. അപ്പോൾ ഞാൻ പറയാം, കൈ തരണമെങ്കിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അവിടെ വച്ചിട്ട് ഫ്രണ്ട് വെച്ചിട്ട് പോകാൻ പറയാം. ശരി ശരി, ഓക്കെ എന്നാൽ. ജീനു ഷോപ്പിങ്ങിന് പോയിട്ട് ഇപ്പം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അപ്പം ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം. ഇവിടെ നിൽക്കാം, ഇതുവഴിയാണ്. എനിക്ക് ചേട്ടൻ ഇവിടെയാണ് താമസമുണ്ട്. ഞാൻ ബസ് ചെയ്യുന്നപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടൻ വരുമെന്ന്. പക്ഷെ വീണ്ടും കാറ്റിന്റെ സൗണ്ട് കേട്ടപ്പോ ഡെക്കാത്തലൊന്ന് ബസ് ഇരിക്കുമെന്ന് ഓർത്ത് ഞാന് ഹോൺസിൽ അവിടെ ഒന്ന് ചേട്ടൻ വിളിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. എനിക്കറിയില്ല, പക്ഷെ ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സ് പറയുന്നത്. പക്ഷെ ആമസോണിന്റെ ആളെന്ന് പറയുമ്പോൾ ഞാൻ ആമസോണിന്റെ ആളെ ഞാൻ നോക്കുമായിരുന്നു. ഇവിടെ ഇറങ്ങിയപ്പോ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ആമസോൺ ഗിഫ്റ്റ് ആണ്. ചേട്ടൻ അവിടെ നിന്ന് ബസ്സിൽ വരണം. അപ്പൊ എനിക്ക് കാറ്റിന്റെ സൗണ്ട് കേൾക്കാം. അയ്യോ ഓടിക്കതക്കുന്നതേ, ഞാൻ മാറി നിൽക്കരുത്. എനിക്ക് അവിടെ നിന്നപ്പോ എനിക്ക് മനസ്സിലായി ചേട്ടൻ വരുന്നു. ഇവിടെ മാറിപ്പോ ഇവിടെ ഞാൻ ബസ് ഇരുന്ന് അതോർത്തോണ്ട് തേമ ഇവിടെ കൊള്ളിട്ട് കിടക്കുന്നു. ചേട്ടൻ വന്ന പാവം പേടിക്കും. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ചേട്ടൻ വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി ആമസോണിന്റെ ആളെ നിൽക്കുന്നത്. അല്ലല്ല, അപ്പൊ വിചാരിച്ചു ചേട്ടൻ റെഡിങ്ങിലാണ്. ഓക്കെ ഓക്കെ, അങ്ങനെ നമ്മൾ ജീനുവിൻ്റെ വീടെത്തി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റൊക്കെ വളരെ ക്ലോസ് ആയിട്ട് പോകുന്നതാണ്. ഏതെങ്കിലും പോവുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഗോപ്രോ ചാർജ് ചെയ്യണം. ഗോപ്രോ ബാറ്ററി തീർന്ന്. അപ്പം ഇനി ഞാൻ ഒന്ന് ഗോപ്രോ ചാർജ് ചെയ്തിട്ട് ബാക്കി ഷൂട്ട് ചെയ്യാം.